ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏത് വലിയ വാതിലും തുറക്കുന്നത് ഒരു ചെറിയ ഒരു താക്കോൽ വെച്ചിട്ടായിരിക്കും. എത്ര വലിയ വാതിലാണെങ്കിലും വാതിലിന് അത്രയും വലിപ്പം വേണ്ട ഒരു വാതിൽ തുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു താക്കോല്. ഇന്ന് വേഗത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവാണ്. When God says go, don't ask when. ദൈവം നമ്മളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ എപ്പോഴാ എന്നൊരിക്കലും ചോദിക്കരുത്. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ ആ ക്ഷണത്തിൽ ചെയ്യാനുള്ളതാണ്, ആ നിമിഷം ചെയ്യാനുള്ളതാണ്. പലരുടെയും ജീവിതത്തിൽ പലരും പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല? അപ്പോൾ തന്നെ ചിലരെ നോക്കിയിട്ട് നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടുന്നു? ഇന്ന് വേഗത്തിൽ ആ ഒരു ചിന്തയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇന്ന് വിവിധ വിഷയങ്ങൾ, വിവിധ ചോദ്യചിഹ്നങ്ങളിൽ നിൽക്കുന്ന വ്യക്തിയാണോ? ഇന്നത്തെ ആലോചന, ദൈവിക ആലോചന നിങ്ങൾക്ക് ഉത്തരം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് കർത്താവ് തന്നത് എബ്രായ ലേഖനം 11:1 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. ഒരു വ്യക്തി തന്നിൽ വിശ്വസിച്ചാൽ അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് വിശ്വാസം, എന്റെ കൂടെ ചേർത്ത് പറഞ്ഞ്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല, പക്ഷെ വരും എന്ന് ദൈവത്തിന് നല്ല ഉറപ്പാ. അതേ വിശ്വാസം, അതേ ഉറപ്പ് ഒരു ദൈവപൈതൽ ലഭിക്കുന്നത് അത്രേ യഥാർത്ഥ ദൈവിക വിശ്വാസം. ഇന്ന് വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, when God says go, don't ask when. പലപ്പോഴും നമ്മൾ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ താമസിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവവചനം ശരിയാണെന്നും ഇത് അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവന്നിട്ടുണ്ടെന്നും നമുക്കറിയാമെങ്കിലും ആ നിമിഷം നമ്മൾ അതിനെ സ്വീകരിക്കാൻ നമ്മൾ മടി കാണിക്കുന്നു. നമ്മൾ വിചാരിക്കും, ചെയ്തിട്ട് മണ്ടത്തരമായാലോ, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നാട്ടുകാരെന്ത് പറയും, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് വിശേഷം എന്ന് ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുമെങ്കിൽ പ്രിയമുള്ളവരെ, അത് വിശ്വാസമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒന്നും കാണുന്നില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ജീവിക്കാൻ പറ്റണം. ഈ ദൈവവചനത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവം ആരെയെല്ലാം ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ കണ്ട ഒരനുഭവം എന്താണെന്നറിയാം? കേട്ട ദൈവശബ്ദത്തിന് അടുത്ത നിമിഷം അവരനുകൂലമായി പ്രതികരിച്ചു. അടുത്ത നിമിഷം കേട്ടിട്ട്, കർത്താവിന്റെ വചനമാണ്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ നമ്മൾ ജീവിതത്തിനെ പെട്ടെന്നൊരു വിടുതൽ, പെട്ടെന്നൊരു അത്ഭുതം, പെട്ടെന്നൊരു സൗഖ്യം. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്താ? ഭൂമിയുടെ അറ്റത്തോളം പോയി എന്റെ സാക്ഷിയാണ്. അതിനകത്തൊരു അത്ഭുതമില്ലേ? ദൈവം പറഞ്ഞ വാക്കല്ലേ, അതിനകത്ത് അത്ഭുതമില്ലാതെ വരുമോ? പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ വിചാരിക്കും, അത് എന്നോടായിരിക്കത്തില്ല. എന്നോടാണെങ്കിലും ആരെങ്കിലും ഒന്നുകൂടെ പറയട്ടെ, അല്ലെങ്കിൽ ഗോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോകണ്ടെന്നായിരിക്കും. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾ ഈ ലോകപ്രകാരം പറയുന്നത് വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട്. പക്ഷെ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ് ദൈവരാജ്യത്തിൽ വിശ്വാസം കൊണ്ടുവരുന്നത്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. അതായത് ദൈവവചനം കേട്ടു, കർത്താവ് നടന്നു പോകുന്നെന്ന് അറിഞ്ഞു, ഉടനെ ഭൃത്യമായി എഴുന്നേറ്റിട്ട് പറയേ, കർത്താവേ, ദാവീദ് പുത്ര, എനിക്ക് സൗഖ്യം വേണം. അപ്പോൾ ഏതു ദൈവവചനവും നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? നമ്മളത് വിശ്വാസത്തിൽ എത്രയും അടുത്ത നിമിഷം അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് എഴുതിക്കുന്നത്, താമസിച്ചുള്ള അനുസരണം എന്ന് പറയുന്നത് ഡിലേഡ് ഒബീഡിയൻസ് ഈസ് ജസ്റ്റ് ലൈക്ക് നോൺ ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ, താമസിച്ചിട്ട് നമ്മൾ ഒരു കാര്യം അനുസരിക്കുമ്പോൾ അത് അനുസരണമല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. കാര്യം എന്നാ? ദൈവവചനം പറയുന്നത് എന്താ? വിശ്വസിക്കുന്ന നിമിഷം. റോമാലേഖനം 10:17 പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എപ്പോഴാ? വചനം കേട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പ് എടുക്കുന്നവരുടെ ജീവിതത്തിലായിരിക്കും അത്ഭുതം നടക്കുന്നത്. ഇന്നെ കേൾക്കുന്നവരോട് പറഞ്ഞ, ഇപ്പൊ പിടി കിട്ടിയോ? വലിയ വാതിൽ എങ്ങനെയാ ചെറിയ താക്കോൽ വെച്ച് തുറക്കുന്നത് പിടി കിട്ടിയോ? ഇത് അനേകർക്ക്, ഇത് ശരിക്കും വായിച്ചപ്പം ഞാൻ അത്ഭുതപ്പെട്ടു. കർത്താവേ, ഇത് ശരിയാണല്ലോ. ഞാൻ പല കർത്താവിന്റെ ആലോചന ലൈവ് നടത്താൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ലൈവ് നടത്തിയാൽ ഇപ്പൊ ആളിനെ കിട്ടുമോ? അല്ലെ, ഇപ്പൊ എത്രയോ ലൈവ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയോ ദൈവദാസന്മാർ ശക്തമായി ഉപയോഗിക്കുക. അതിന്റെ ഇടയ്ക്ക് എന്റെ ലൈവ് എന്താ? കർത്താവ് ലൈവ് ചെയ്യാൻ പറഞ്ഞാൽ ലൈവ് ചെയ്യുക, കർത്താവ് ശുശ്രൂഷിക്കാൻ പറഞ്ഞാൽ ശുശ്രൂഷിക്കുക. പാട്ട് താളവും സ്വരവും നന്നായിട്ട് പാടാൻ നിൽക്കരുത്. കർത്താവ് ഒരു അവസരം തരുമ്പോൾ കയറി പാടുക.
കേറി വചനം പറയുക, കേറി വിശ്വാസം പങ്കിടുക, കേറി സാക്ഷ്യം പറയുക. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന്റെ വേണ്ടി ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ. പക്ഷെങ്കിൽ ദൈവം ഏറ്റവും ശക്തമായി അനുഗ്രഹിച്ചതൊക്കെ കർത്താവിന്റെ വാക്ക് കേട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്തവര്. അവര് സാഹചര്യങ്ങളെ നോക്കത്തില്ല, മറ്റുള്ളവരെന്ത് പറയുമെന്ന് നോക്കത്തില്ല, മറ്റുള്ളവരുടെ അഭിപ്രായം അവർ നോക്കത്തില്ല. ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും മക്കളുടെ അനുവാദം അവർ ചോദിക്കത്തില്ല, മാതാപിതാക്കളുടെ അനുവാദം. അവര് ഇത് ദ്രോഹം ചെയ്യാനല്ലല്ലോ, ദോഷം ചെയ്യാനല്ലല്ലോ. ദൈവരാജ്യത്തിൽ എങ്ങും ദ്രോഹവും ദോഷവും ഇല്ലല്ലോ. നമ്മൾ വിശ്വസിച്ച് നമ്മൾ അതിനനുസരിച്ച് ഒരു സ്റ്റെപ്പ്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ട് പലതും നിങ്ങൾ ചെയ്യാതെ താമസിപ്പിച്ച് വെച്ചിരിക്കുകയാണോ? ഒരുപക്ഷെ അതായിരിക്കും. ഹോസ്പിറ്റൽ മിനിസ്ട്രി പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുകയാണോ? ഒരുപക്ഷെ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ. ദൈവം പറഞ്ഞ് പല ട്രാക്ട് കൊടുക്കണം അല്ലെങ്കിൽ സാക്ഷ്യം പങ്കിടണം പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുകയാണോ? ഒരുപക്ഷെ അതാകാം. ആണെന്ന് ഞാൻ പറയത്തില്ല, ആകാം. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മീൻസ് അനുഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷെങ്കിൽ പലതും കാണുന്നില്ലെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് ഒന്ന് പ്രവർത്തിക്കാമോ? 100% അത്ഭുതം. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് അവസാനിപ്പിക്കും. എബ്രായ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത്, റോമാലേഖനം 12:2 പറയുന്നത്, നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മതി. എന്തിനാ? ഈ ലോകത്തിന് അനുരൂപമായിട്ടല്ല, ദൈവവചനത്തിനനുസരിച്ച് നീ മനസ്സ് രൂപാന്തരപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവീയ അനുഗ്രഹങ്ങൾ വെളിപ്പെടും. അപ്പൊ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ എബ്രായ ലേഖനം 11:1 പറയുന്ന വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. അപ്പൊ നമ്മൾ എനിക്ക് വിശ്വാസം ഉണ്ടല്ലോ, പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? നൗ ഫെയ്ത്ത്, ഇപ്പോഴത്തെ വിശ്വാസം. ഈ വചനം കേൾക്കുമ്പോ നിങ്ങളെങ്ങനെയാ അതിനെ? പത്രോസ് കർത്താവ് പടകിൽ യാത്ര ചെയ്തപ്പോൾ കർത്താവ് വെള്ളത്തിന് മേൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞത്, കർത്താവെ ഞാനും നിന്റെ കൂടെ ഒന്ന് വരാൻ നീ ഒന്ന് കൽപ്പിച്ചായിരുന്നെങ്കിൽ. കർത്താവ് വരിക എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാനോട് ചോദിച്ചു, യോഹന്നാനെ ഞാൻ ചാടട്ടെ? ഭർത്തിമായെ ഞാൻ ചാടട്ടെ? അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ ഇട്ട് യാക്കോബെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് ഞാൻ ചാടിക്കോട്ടെ, അത്ഭുതമാകുമോ അതോ മണ്ടത്തരമാകുമോ എന്നൊന്നും ചോദിച്ചില്ല. വരിക എന്ന വാക്ക് കേട്ട അടുത്ത നിമിഷം ചാടി വെള്ളത്തിലിറങ്ങി. അസാധ്യമെന്നാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ചാടി വെള്ളത്തിലിറങ്ങി. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് പത്രോസ് വെള്ളത്തിന് മേൽ നടന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറ്റേ, ഇത് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു ആമേൻ എഴുതുവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രേരിപ്പിക്കുക, ഒരു യേസ് പറയുവോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവം ഇത് പറയോ, എന്തെങ്കിലും ചെയ്തു. ഇന്ന് അവസ്ഥകൾ മാറും. കാര്യം ദൈവത്തിന് ഡിലേഡ് ഒബീഡിയൻസ് അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന്റെ അത്ഭുതം കൊണ്ടുവരുന്നത് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. ഇപ്പോഴത്തെ നിങ്ങളുടെ പെട്ടെന്നുള്ള പ്രതികരണം. ഒന്ന് ലൈവ് ഇതൊന്ന് ആമേൻ ഒന്ന് എഴുതിക്കും, അല്ലെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത്, എന്തായാലും ദൈവജനമാണല്ലോ, ഇതൊന്ന് ഷെയർ ചെയ്ത് അനേകരുടെ തടഞ്ഞിരിക്കുന്ന വാതിലും ഈ പൂട്ട് വെച്ചൊന്ന് തുറന്നോട്ട് ഇന്ന് തീരുമാനമെടുക്കണം. ദൈവവചനം എന്തുകൊണ്ടാണ് ദൈവവചനത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വേണമെന്ന് പറയുന്നത്? ഞാൻ വീണ്ടും പറയുകയാണ്, എബ്രായ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. എന്ന് പറഞ്ഞാൽ നീ ഇല്ലാത്തത് ഉണ്ടാക്കാൻ ദൈവം പറയുന്നില്ല. പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത്, ഞാൻ വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രവർത്തിച്ച് ഇല്ലാത്തത് ഉള്ളതുപോലെ. നോ, അത് ദൈവത്തിന്റെ പദ്ധതിയായി. റോമാലേഖനം 4 അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചെങ്ങനെ? അവൻ ഇല്ലാത്തതിനെ ഉളവാക്കുകയും മരിച്ചതിൽ നിന്ന് ജീവൻ വെപ്പിക്കാൻ കഴിവുള്ള ദൈവമെന്ന് വിശ്വസിച്ചു. അപ്പോൾ ഇതൊന്നും ഞാൻ പോയി ചെയ്യണ്ട, ഞാൻ പോയി ഒന്നും എനിക്കായിട്ട് സീറോയിൽ നിന്ന് ഞാൻ ആരംഭിക്കേണ്ട. നിന്നെ ഹീറോ എന്ന നിലയിൽ തന്നെ ദൈവം ഉപയോഗിക്കുക. അതാണ് ക്രിസ്തുയേശുവിലുള്ള ജയം. അതാ ക്രിസ്തുയേശുവിലുള്ള. വീണ്ടും പറയാം, എബ്രായർ 11:1 നീ ഒന്നും സൃഷ്ടിക്കേണ്ട. നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം, തലമുറകളുടെ അനുഗ്രഹം, വരുമാനമാണ്, ഇതൊന്നും നീ സൃഷ്ടിക്കാനല്ല ദൈവം പറഞ്ഞത്. ഞാൻ ചെയ്തതിൽ നീ മുന്നോട്ട് പോകണം. പിടികിട്ടുന്നില്ല, ഞാൻ പറയാം, വേഗത്തിൽ ഞാൻ പറയാം. റോമാലേഖനം 12:2 എന്താ പറഞ്ഞത്? നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പക്ഷെങ്കിൽ അടുത്ത ഒരു വാക്യം, 2 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പിടിയിട്ട് ഞാൻ 2 വാക്യം ഒന്ന് എടുത്തേക്കാം. അത് എഴുതിയിരിക്കുന്നത് ഫിലിപ്പിയ ലേഖനം 2:13 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു വിശ്വാസത്തിൽ ഒരു വ്യക്തി വിശ്വാസ വചനം കേൾക്കുമ്പോൾ അവൻ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ചാടണം. ഞാൻ പറഞ്ഞത് കണ്ണടച്ച് ചാടുന്ന കാര്യമല്ലേ പറഞ്ഞത്. വിശ്വാസത്തിൽ
നിങ്ങളോട് ദൈവം ചെയ്യാൻ പറ്റുന്നതേ ദൈവം ചോദിക്കത്തുള്ളൂ. എന്റെ 5 വയസ്സുകാരന്റെ മോന്റെ തലയിലോട്ട് 50 കിലോ ചാക്ക് എടുത്ത് ഞാൻ വെച്ച് കൊടുക്കത്തില്ലേ? അപ്പനറിയാം അവൻ എന്ത് താങ്ങാൻ പറ്റും. പക്ഷെങ്കിൽ എന്റെ 25 വയസ്സുകാരൻ 50 ഇപ്പം ജിമ്മിലൊക്കെ അവൻ പോയി പിന്നെ 75 കിലോ ഒക്കെ 100 കിലോ ഒക്കെ എടുത്ത് പൊക്കുന്നവന് അവൻ 50 കിലോ ചാക്കൊന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ ഒരു അപ്പൻ എന്നുള്ളൊരിക്കും അവൻ 50 കിലോ ചാക്ക് എടുത്താലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെ ഇച്ഛിക്ക, ശ്രദ്ധിച്ചു കേട്ടോണേ, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം തിരുവുള്ളം ഉണ്ടായിട്ടല്ലോ പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട്. ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ ആഗ്രഹം നീ ചാടണമെന്ന്, നീ വിശ്വാസത്തിൽ സ്റ്റെപ്പ് എടുക്കണമെന്ന്, വിശ്വാസത്തിൽ നീ പ്രസംഗിക്കണമെന്ന്, നീ പാടണമെന്ന്, നീ സാക്ഷ്യം പറയണം, നീ അയൽവക്കത്ത് എല്ലാവരെയും കൂടെ കൂട്ടി ഒരു പ്രാർത്ഥന ആരംഭിക്കണം, പ്രേയർ സെൽ നടത്തണമെന്ന്, നീ കെയർ സെൽ നടത്തണം, നീ യൂത്ത് മീറ്റിംഗ് നടത്തണമെന്ന്, നീ ആ VBSന് പങ്കെടുക്കണമെന്ന്, നീ ചർച്ചിന്റെ കാര്യങ്ങൾക്ക് സഭാ കാര്യങ്ങൾക്ക് നീ കൂടുതൽ ഇൻവോൾവ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. ഇച്ഛിക്കുക എന്നത് പ്രവർത്തിക്കുക എന്നത് ദൈവം തിരുവുള്ള. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ആലോചന വരുന്ന എവിടുന്ന? അത് ദൈവത്തിൽ നിന്ന്. കാരണം എന്താണ് ഞാൻ പറയാം, ശ്രദ്ധിച്ചോണം. യൂദായുടെ ലേഖനം 1:20 പറയുന്നു, നമുക്കറിയാവുന്ന വാക്കുകൾ എഴുതിക്കുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് ഒരുങ്ങിക്കൊണ്ട്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആത്മീയ വർധന പ്രാപിക്കണം. നമ്മൾ ഓരോ ദിവസവും വചനം വായിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും കൂടുതൽ ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആത്മീയ തലത്തിൽ ഉയരുക. എന്തിനാ? ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം ഉള്ളിലിരുന്ന് തരുന്ന ആലോചനയ്ക്ക് അനുസരിച്ച് കാലുവെക്കുവാൻ. അത് ആത്മീയ വർധന എന്ന് പറഞ്ഞാൽ, അല്ലാതെ എപ്പോഴും പിന്നെ ഇരുന്ന് പ്രൈസ് ദി ലോർഡ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തോ ഒരു വ്യത്യസ്ത വേഷവിധാനത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ വിശുദ്ധനാകട്ടെ, വലിയ ദേവദാസൻ എന്ന് പറയിപ്പിക്കുന്നതല്ല. അവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുന്നത് എങ്ങനെ? ദൈവവചനത്തോട് ഏറ്റവും അടുത്ത സെക്കൻഡിൽ ചാടാൻ. ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, നീ എല്ലാ മിനിസ്ട്രിയിലും നീ ഇടപെട്ടോളാൻ പറഞ്ഞു, എല്ലാ മിനിസ്ട്രിയിലും ഇടപെട്ടോളാം. അത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി. കർത്താവ് എന്നോട് പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ സ്റ്റെപ്പ് വെക്കും. കാര്യം, ഈ 26 വർഷം മുമ്പേ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ തൊണ്ട പഴുത്ത് ഉള്ള മരുന്നെല്ലാം തന്നിട്ട് പലതവണ ചോദിച്ചിട്ടും ഒരു രക്ഷയില്ല, ഇതുകൊണ്ട് സൂക്ഷിക്കുക, വെയിലത്തിറങ്ങല്, നീ നിന്നെ തന്നെ സൂക്ഷിക്കുന്നു പറഞ്ഞ് തിരിച്ചു മടങ്ങി വന്ന വ്യക്തി കോഴഞ്ചേരി പബ്ലിക് സ്റ്റേഡിയത്തിൽ ഏതോ ഒരു കൂട്ടരുടെ, ഏതോ ഒരു സഭാവിശ്വാസികളുടെ, ഏതോ ഒരു പ്രാർത്ഥനയിൽ, ഏതോ എനിക്കറിയാൻ പറ്റാത്തൊരു ദേവദാസൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, വിശ്വസിക്കുന്നവരാ ഈ അടയാളങ്ങൾ നടക്കും, രോഗികളുടെ മേൽ കരം വെച്ചാൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ എന്റെ അടുത്ത് നിന്ന വ്യക്തി, എന്റെ ഹോസ്പിറ്റലിൽ എന്റെ കൂടെ വന്ന എന്റെ അടുത്ത് നിന്ന വ്യക്തി എന്റെ കൈ പിടിച്ച് എന്റെ തൊണ്ടയ്ക്ക് വെച്ച് കർത്താവിന്റെ സൗഖ്യമാണ്. ഒന്ന് ഓർത്തോണം, ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ് കർത്താവിന് വേണ്ടുന്നത്. ഇപ്പൊ കുടുംബത്തിന് വേണ്ടി ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അന്നേരം വിശ്വാസമില്ലായിരുന്നു. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കൈവച്ച് രോഗസൗഖ്യത്തിന് എനിക്ക് മണ്ടത്തരമായിട്ടാണ് തോന്നിയത്. പക്ഷെങ്കിൽ എന്റെ അടുത്ത് നിന്ന വ്യക്തിക്ക് എന്റെ കൈ പിടിച്ച് എന്റെ തൊണ്ടയ്ക്ക് വെച്ച് 26 വർഷം മുമ്പേ എന്റെ കർത്താവിന്റെ സൗഖ്യം. വേണമെന്തെങ്കിലും മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ എന്റെ ഡോക്ടറുടെ ഫയൽ നമ്പർ വേണേ ഞാൻ തരാം. ഇപ്പൊ അവരുടെ ദൂരെ കളഞ്ഞാണ്. 26 വർഷമായിട്ട് ഇന്ന് സൂക്ഷിക്കുന്നത്. മറ്റേ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ദൂരെ കളഞ്ഞു കാണും. കാര്യം തന്നെ പിന്നെ 26 വർഷമായിട്ട് ചെന്നിട്ടില്ല. എവിടെ? കോഴഞ്ചേരി പബ്ലിക് സ്റ്റേഡിയത്തിൽ അടുത്ത് നിന്നൊരു വ്യക്തിയുടെ വിശ്വാസത്തിൽ എന്റെ ദൈവം പ്രവർത്തിച്ചു. ഇന്നെ കേൾക്കുന്നവരോട്, നിങ്ങൾ കുടുംബത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആ കർത്താവിന് വേണ്ടത്. അല്ലാതെ വിശ്വാസം എന്നാൽ ആടി തൂങ്ങി നിന്നിട്ട് എപ്പോഴോ അംഗീകരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതല്ല വിശ്വാസം. അത് വിശ്വാസമല്ല, അത് ബുദ്ധിയാ. ഇന്ന് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താ? ഇച്ഛിക്ക എന്ന് ശ്രദ്ധിച്ചോണം. ഈ വാക്കുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഇച്ഛിക്ക എന്നത് പ്രവർത്തിക്കുക എന്നത് ദൈവം തിരുവുള്ളമുണ്ട്. എപ്പോഴാ നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മീയ വർധന വരുത്തുന്നത്? എന്തിനാ? എന്നിലുള്ള ദൈവത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് കാല് വെക്കുവാൻ എനിക്ക് ശക്തി തരുന്നത് എന്റെ വിശ്വാസം. അപ്പൊ ബ്രദറെ, ഇതല്ലേ ആദ്യം പറഞ്ഞ 11:1 വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത. അപ്പൊ നമ്മൾ പുതിയ സൃഷ്ടി. നോ, തെറ്റ്. ഈ ലോകത്തിൽ ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചിട്ട് അവരോട് പറഞ്ഞില്ല, നീ പോയി ഏദൻ തോട്ടം ഉണ്ടാക്കെന്ന് പറഞ്ഞില്ല. ഏദൻ തോട്ടം ഉണ്ടാക്ക്, എല്ലാ മരങ്ങൾ അവിടെ നട്, ഇവിടെ നട്, ഇങ്ങനെ കളക്കി. നോ, എല്ലാം മനോഹരമായ ഒരു ഏദൻ തോട്ടം നട്ടുണ്ടാക്കി അതിന്റെ മേൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിനെ വാണോളാൻ പറഞ്ഞു. പക്ഷെങ്കിൽ അവിടെ ദൈവത്തിന്റെ ശബ്ദത്തിന് മറുതലിച്ചപ്പോൾ ആ ഏദൻ തോട്ടത്തിന്റെ അനുഭവം എല്ലാം നഷ്ടപ്പെട്ടു. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, വിശ്വാസ ജീവിതത്തിൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവിടെ തന്നെ നിൽപ്പുണ്ട്.
അപ്പോൾ ആത്മീയ വർധന വരുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ എനിക്ക് തന്ന വിശ്വാസത്തിൽ അടുത്ത പടി മുന്നോട്ട് പോകണം. തന്ന വിശ്വാസം. യെസ്, നിങ്ങളൊന്നും സീറോയിൽ നിന്നും നിങ്ങൾ സൃഷ്ടിക്കേണ്ട. എല്ലാം ആ രോഗസൗഖ്യം അവിടെ തന്നെ ഉണ്ട്, ആ സാമ്പത്തിക നന്മ അവിടെ തന്നെ ഉണ്ട്, കുടുംബത്തിന്റെ ഉയർച്ച, നിങ്ങളുടെ 1000 തലമുറയുടെ അനുഗ്രഹം അവിടെ തന്നെ ഉണ്ട്. നീ ആത്മീയ വർധന വരുത്തുമ്പോൾ നീ വിശ്വാസത്തിൽ അടുത്ത പടി നീ മുന്നോട്ട് പോകണം. സംശയമുണ്ട്, ഞാൻ പറയാം. റോമാലേഖനം 12:2 എന്താ പറഞ്ഞത്? നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. അങ്ങനെയാണെങ്കിൽ 3 പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 3 പറയുന്നത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പറയാം. റോമാലേഖനം 12:3 പറയുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് അപ്പോൾ വിശ്വാസം ഞാൻ പോയി കൊണ്ടുവരുമൊന്നും വേണ്ട. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരും. ദൈവവചനം കേൾക്കുമ്പോൾ എന്റെ ഉള്ളിൽ തന്ന വിശ്വാസം ജ്വലിക്കാൻ തുടങ്ങും. എന്റെ ഉള്ളിൽ ദൈവം അവിടെ എഴുതിക്കുന്നത് അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാവണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും. അപ്പോൾ ഓരോരുത്തർക്കും ദൈവം വചനം വിശ്വാസം തന്നിട്ടുണ്ട്. അല്ലാതെ ഇത് റെയ്നാഡ് ബോങ്കയ്ക്കും ബെന്നി ഹീനും അല്ലെ ലോകത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദേവദാസന്മാർക്കും മാത്രമല്ല, ഇന്നെ കേൾക്കുന്ന മുഴുവൻ പേർക്കും നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ 1000 തലമുറകളെ അനുഗ്രഹിക്കാൻ പറ്റുന്ന വിശ്വാസം ദൈവം തന്നു കഴിഞ്ഞു. ഇനി എന്റെ ഉത്തരവാദിത്തം അതിന്റെ മേൽ പണിയണം. ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി എന്റെ ഉത്തരവാദിത്തം ഇനിയും പോയി JCB വിളിച്ച് മണ്ണ് നിരത്തി വാനം വെട്ടി PCC ഇട്ട് അല്ലെങ്കിൽ കല്ലുകെട്ട് നടത്തേണ്ട ഒന്നുമില്ല. ഓൾറെഡി ഫൗണ്ടേഷൻ വന്നു. യേശു ക്രിസ്തു എന്ന മൂലക്കല്ലായിരിക്കെ അവൻ ദൈവജനത്തിൽ ഉടനീളം പറയുന്നുണ്ട്, അവൻ മൂലക്കല്ലായിരിക്കെ അവൻ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് അല്ലാതെ നിങ്ങൾക്ക് പണിയാൻ പറ്റത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ ഒരുവന്റെ ജീവിതത്തിൽ ഒരു രക്ഷിക്കപ്പെട്ട, അതാ പറഞ്ഞു, ഒരു വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിക്ക് അടിസ്ഥാനം വീണു കഴിഞ്ഞു. ഇനി നിന്റെ വിശ്വാസത്തിൽ നീ അങ്ങ് പണിത് മുന്നോട്ട് പോയാൽ മതി. ഇന്ന് വീണ്ടും ഞാൻ പറയാം, നിങ്ങളായിട്ട് പുതുതായിട്ട് ഒന്നും സൃഷ്ടിക്കേണ്ട. എല്ലാം നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടു കഴിഞ്ഞു. ഇനിയും അവിടെ പറഞ്ഞു തന്നെ എല്ലാവർക്കും ദൈവം നൽകിയ വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ നിങ്ങൾ ആത്മാവിൽ വളരണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 1:22 പറയുന്നത്, ശ്രദ്ധിച്ചോണം, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ. അപ്പൊ കേട്ടോണ്ടിരിക്കുന്നവൻ സ്ഥിരം രാവിലത്തെ 8 മണിക്കത്തെ ലൈവ്, 10 മണിക്കത്തെ ലൈവ്, 11 മണിക്കത്തെ ലൈവ്, 12 മണിക്കത്തെ ലൈവ്, 8 മണിക്ക്, വൈകിട്ട് 8 മണി ഇന്നർ ചേംബർ അല്ലെങ്കിൽ വേറെ ഏതെല്ലാം കേട്ടിരിക്കുന്നവരോട് കർത്താവ് പറയാം, നീ നിന്നെ തന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. കാരണം നിനക്ക് നൽകപ്പെട്ട വിശ്വാസം നീ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നത്, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുന്നവരാകാതെ അതിനെ, എന്റെ കൂടെ ചേർന്ന് പറഞ്ഞേ, ചെയ്യുന്നവരായിരിക്കും. ഇപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്യാമോ? എത്ര പേര് ഷെയർ ചെയ്യും? എത്ര പേര് നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം ഇതിനകത്ത് പങ്കുവെക്കും? നിങ്ങളുടെ ഒരു സാക്ഷ്യം 2 വാക്കിൽ ഇതുപോലെ ഇതിനകത്തൊന്ന് തന്നി. ഞാൻ പറയാം എങ്ങനെയാണ് കേട്ടുന്ന വചനത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നവരായിരിക്കും. പിന്നെ ബ്രദർ പറയുമ്പോൾ ഉടനെ ആമേൻ പറയാനിരിക്കുകയില്ലേ? ബ്രദർ പറയുന്ന ഉടനെ ഷെയർ ചെയ്യാനിരിക്കില്ലേ? ബ്രദർ പറയുന്ന ഉടനെ ഞാനിവിടെ സാക്ഷ്യം പങ്കിടാതിരിക്കില്ല. നോ, ചെയ്യണ്ട. ഞാൻ പറഞ്ഞെന്നുള്ളേ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നിങ്ങളിത് ചെയ്യണ്ട. ഇത് ചെയ്താലും ഇല്ലേലും ഒരു 6000, 7000, 10000 ഒക്കെ വ്യൂവേഴ്സ് വരുന്നുണ്ട്. ഞാൻ അതിന് എന്റെ എന്തോ കാര്യത്തിന് വേണ്ടി അല്ല ഞാൻ പറഞ്ഞത്. എന്റെ എന്തോ കാര്യസാധനത്തിന് വേണ്ടി അല്ല ഞാൻ പറഞ്ഞത്. ഫേസ്ബുക്കുകാർ ഇതിനകത്ത് പിന്നെ മോണിറ്റൈസേഷൻ അവര് പൈസയും തരുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ കൂടുതൽ വ്യൂവേഴ്സിനെ ഞങ്ങൾ തരാം, കൂടുതൽ അഡ്വർടൈസ്മെന്റ് വരും. എനിക്കത് വിഷയമല്ലെന്നേ. ഫേസ്ബുക്കിൽ നിന്റെ പൈസ എനിക്ക് വേണ്ട. ഞാനിത് ചെയ്യുന്നത് എന്റെ ദൈവം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിനല്ല ഞാൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഷെയർ കൂട്ടി അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടിയിട്ട് എനിക്കൊന്നും സാധിക്കാനില്ല. എന്റെ ദൈവം പറഞ്ഞതിനനുസരിച്ച് ഞാൻ ലൈവ് ചെയ്യുന്നു. എനിക്ക് ബാക്കി കാര്യം ഞാൻ നോക്കേണ്ട കാര്യമില്ല. എന്നെ പുലർത്തുന്ന ഞാൻ ഇന്നലെ ഒരു മനോഹരമായ ഒരു മെസ്സേജ് കേട്ടോ. അത് കേട്ടില്ല, നിങ്ങൾ കേട്ടോണം. നമ്മുടെ ഹൈദരാബാദിലെ ഡോക്ടർ സതീഷ് കുമാർ, അദ്ദേഹത്തിന്റെ ഒരു ശുശ്രൂഷ ഞാൻ അതിന്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി, കിടപ്പുണ്ട്. ഒന്ന് കേൾക്കണം അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളിൽ. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ചർച്ച ഹൈദരാബാദിലുള്ള കാൽവറി ടെമ്പിൾ എന്ന് പറഞ്ഞ ചർച്ച. 20 വർഷം മുമ്പേ അദ്ദേഹം
കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ ആദ്യത്തെ സാഹചര്യം പറഞ്ഞു, ഒരു ബൈക്ക് പോലും ഇല്ല, ശുശ്രൂഷിക്കാൻ ആഗ്രഹമാണ്, ബൈക്ക് പോലും ഇല്ല, 5 പൈസ കയ്യിലില്ല. അദ്ദേഹം വിചാരിച്ചു അമേരിക്കക്കാർ തരും, ഇംഗ്ലണ്ടുകാർ തരും, അല്ലെങ്കിൽ വെളിയിലുള്ളവർ തരുന്ന അനുസരിച്ച് ശുശ്രൂഷ മുന്നോട്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇല്ലടാ, അമേരിക്കക്കാരും തരത്തില്ല, ഇംഗ്ലണ്ടുകാരും തരത്തില്ല, ഓസ്ട്രേലിയക്കാരും തരത്തില്ല, ലോകത്തിൽ ഒരു വ്യക്തിയും തരത്തില്ല, ഞാൻ തരും. എന്നിൽ വിശ്വസിച്ചിറങ്ങി ഞാൻ തരും. മനോഹരമായ ഒരു അനുഭവമാണ്. ഞാൻ പറഞ്ഞ അത്ര ശരിയാകത്തില്ല, നിങ്ങൾ തന്നെ കേട്ടോ. അദ്ദേഹത്തിന് ആ സ്ക്രാപ്പിൽ നിന്നും, ഒന്നുമില്ലായ്മയിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചുകളുടെ എണ്ണത്തിൽ വന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഈ ദൈവത്തിലുള്ള ഒറ്റ ആശ്രയം കൊണ്ട്. ദൈവത്തിലുള്ള ആശ്രയം എങ്ങനെ? ദൈവവചനത്തെ അനുസരിച്ചു. കേൾക്കണം. അത് കേട്ടപ്പോഴാ ഈ ഒരു ആലോചന എന്റെ ഉള്ളിലോട്ട് കർത്താവ് പറയാ, എടാ, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവുള്ളമുണ്ടായി. ഇന്ന് ഈ ശുശ്രൂഷകളൊന്നും നമ്മുടെ പെർഫോമൻസ് ആകരുത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചു, അതുപോലെ ഈ ആഴ്ച പ്രസംഗിച്ചു. നോ, നിന്റെ പ്രസംഗം കൊണ്ട് ഒരു കാര്യമില്ല. കഴിഞ്ഞ ആഴ്ച പാട്ട് പാടി, അതിലും നോ ചെയ്തോ, പക്ഷെ പെർഫോമൻസ് അല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ആലോചന അനുസരിച്ച് ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ആലോചന അനുസരിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന്റെ ആലോചന അനുസരിച്ച്, അല്ലാതെ സ്വന്തം പോക്കറ്റിലോട്ട് പൈസ വീഴുന്നതിന് വേണ്ടി, അല്ലെ മിനിസ്ട്രി എങ്ങനെങ്കിലും എന്റെ കഴിവ് കൊണ്ട് വലുതാക്കാൻ വേണ്ടി നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇച്ഛയ്ക്കായി ദൈവം ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ചില ശുശ്രൂഷകൾ ചെയ്താൽ മതി. ഇന്ന് വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ വിളിച്ചു പറയും, ഇന്നെ കേൾക്കുന്ന വിവിധ എനിക്ക് ഒത്തിരി റെസ്പോൺസ് വരുന്നത് ശുശ്രൂഷകരിൽ നിന്ന്, പല സഭകളിലെ ശുശ്രൂഷകരിൽ നിന്ന്. അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്കത് വളരെ അനുഗ്രഹമായി. ആ കേട്ട വചനം എനിക്ക് ഭയങ്കര സന്തോഷം. ശുശ്രൂഷകർ വിശ്വാസികളെക്കാൾ ഉപരി, വിശ്വാസികൾ മോശമാണെന്നല്ല, ദോഷമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്കും അനുഗ്രഹമാകുന്നുണ്ട്. ബ്രദറെ, ഇന്ന അന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഏറ്റെടുത്തു. എന്റെ കൊച്ചുമോന്റെ ജീവിതത്തിൽ വലിയ ഒരു അത്ഭുതം നടന്നു. പോലീസ് കേസിൽ പെട്ട് കിടന്നു, എന്നെ വിടുതൽ വന്നു. എനിക്കതൊക്കെ കേൾക്കും വലിയ സന്തോഷം. അതുപോലെ തന്നെ ഞാൻ ഈക്വലി സന്തോഷിക്കുന്ന ശുശ്രൂഷകർ, വിവിധ സഭകളിലെ ശുശ്രൂഷകർ പറയുന്നത്, യെസ്, ഞങ്ങൾക്ക് ആ പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷം. സോ ഐ എം നോട്ട് ബോതേഡ് അബൌട്ട് ദ നമ്പർ ഓഫ് വ്യൂവേഴ്സ്. എനിക്ക് വ്യൂവേഴ്സ് അല്ല വിഷയം, ഒരൊറ്റ വ്യക്തി മതി. ആ വ്യക്തി കൂടി ഈ വചനം ഇന്ന് ക്രിയേറ്റ് ചെയ്യും. ഇന്ന് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുക. ദൈവം ചിലതൊക്കെ നിങ്ങളിൽ കൂടി പ്ലാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ തലമുറകളിൽ കൂടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ചെയ്യുന്നത് എപ്പോഴാണെന്നറിയാം? വിശ്വാസത്തിൽ. ഇന്ന് നിങ്ങൾക്ക് തന്ന വിശ്വാസം, നിങ്ങൾക്ക് കിട്ടിയ ഒരു വിടുതലെങ്കിലും കിട്ടിയവരൊരു രാമൻ പറയാം. ഇതിനകത്ത് ഒരു വിടുതൽ, അതൊന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. ഒറ്റ വിടുതലെങ്കിലും യേശുവിന്റെ നാമത്തെ വിശ്വസിച്ചിട്ട് നടക്കത്തില്ലായിരുന്നു, പക്ഷെ നടന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഒരു രാമേനോ അല്ലെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യമോ നിങ്ങൾ ഇട്ടാൽ ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ബിഗിൻ വിത്ത് ദാറ്റ്. നിങ്ങളൊന്ന് തുടങ്ങിക്ക്. ഈ ദൈവവചനത്തിനെ കേൾക്കുക മാത്രമല്ല, ചെയ്യുന്നവരെ ഒന്ന് തുടങ്ങി. ഇത് കേൾക്കുന്നവർക്കൊക്കെ ഒരു ഉത്സാഹം വരട്ടെ, അവരും വിശ്വാസത്തിലൊന്ന് വളരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത പടി കയറണം. അത് പറഞ്ഞുകൊണ്ട് എന്നെ 20 വർഷം മുമ്പേ എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം എന്നെ വിളിച്ചത്. എനിക്ക് അന്നറിയത്തില്ല. ഞാൻ വീണ്ടും പറയാം, അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ സൗഖ്യം കിട്ടി, ആ കർത്താവിനെ അറിഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പം, പിന്നെ 26 വർഷം മുമ്പേ വചനവും അറിയത്തില്ല. ഇപ്പോഴേതാണ്ട് അറിയാമെന്നല്ല ഞാൻ പറഞ്ഞു. വചനവും അറിയത്തില്ല, വാക്യങ്ങൾ ഏതാനും യഹോവന്റെ ഇടയനാന്നുള്ളത് അറിയാം, കാണാപ്പാടും അറിയാം, മറ്റേ ഒന്നും കാണാപ്പാടും ഒന്നും അറിയത്തില്ല. അങ്ങനെ നിന്ന് പാട്ടും പാടാൻ അറിയാൻ വയ്യ, ഒന്നും അങ്ങനെ മീൻസ് അറിയത്തില്ല, പാട്ടൊന്നും അറിയത്തില്ല എന്നൊന്നുമല്ല. എനിക്ക് ഇതുപോലുള്ള വർഷിപ്പ് ചെയ്യുന്ന അങ്ങനൊന്നും എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അങ്ങനെ നിന്നപ്പം പുനലൂർ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്ന കർത്താവിനദാസൻ തങ്കുബ്രദർ, അന്ന് എനിക്ക് തങ്കുബ്രദറിനെ പോലും പരിചയമില്ല, തങ്കുബ്രദറിനെ എന്നെയും പരിചയമില്ല. അന്ന് ആ നെടുമ്പ്രയാർ മാരാമണ്ഡി ജംഗ്ഷനിലുള്ളൊരു ഹോട്ടലിൽ അദ്ദേഹം ഫുഡ് കഴിക്കാൻ വന്നു. അപ്പൊ ഞാൻ റജി ബ്രദറും കൂടെ അവിടെ ചെന്ന് അദ്ദേഹം വന്ന് ഇറങ്ങി. അപ്പൊ റജി ബ്രദറിനെ പരിചയമുണ്ടല്ലോ. റജി ബ്രദറുമായിട്ട് സംസാരിച്ചപ്പോൾ റജി ബ്രദർ ഇതാണ് ഈ ഷാജി ബ്രദറിന്റെ പിന്നെ ഇതിലാണ് എനിക്ക് റൂം തന്നേക്കുന്നത്, ഞങ്ങളിവിടെ എനിക്ക് ബിസിനസ് ചെയ്യാൻ. അദ്ദേഹം ഉടനെ എന്റെ തലയിൽ കൈവച്ചിട്ട് പറയാം, പത്രോസിന്റെ കൂടെ യോഹന്നാനായി നിൽക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ അതിനൊന്നും പോയതൊന്നുമല്ല, എനിക്ക് പ്രാർത്ഥിപ്പിക്കാൻ പോലും പോയതല്ല, ഞാൻ കൂടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയത്. തലയിലോട്ട് കൈവച്ച് ആ നടു റോഡിൽ നട്ടുവെച്ച് എന്റെ തലയിലോട്ട് കൈവച്ച് പറയാം, പത്രോസിന്റെ കൂടെ യോഹന്നാനായി നിൽക്കുവാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് അതിന്റെ അർത്ഥം പിടികിട്ടില്ല, പക്ഷെ സമയമായപ്പോൾ എനിക്ക് പിടികിട്ടി. ഇതാണ് ഇന്ന് കോഴഞ്ചേരിയിലെ ഹെവൻലി പീസ് ചർച്ചിന്റെ കൂട്ടത്തിൽ ശുശ്രൂഷ, മുന്നേലൊന്നുമല്ല, കൂട്ടത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ എനിക്കറിയാം എന്റെ ദേവദാസൻ കർത്താവിന്റെ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞപ്പോൾ പ്രോഫറ്റിക്കലി എന്റെ മേൽ കൽപ്പിച്ചത് ഞാൻ അന്നേരം അറിഞ്ഞില്ലെങ്കിലും അതെന്റെ ജീവിതത്തിൽ അടുത്ത പടിയിൽ വന്നു. എങ്ങനെയാ കേട്ടപ്പോ എന്തോ വെച്ചിട്ട് അങ്ങ് പോവാ. പുനലൂര്, പത്തനാപുരം, ചെങ്ങന്നൂര്, റാന്നി, തിരുവല്ല, പിന്നെ എവിടൊക്കെയോ പോയി, ട്രിവാൻഡ്രം,
ആറ്റിങ്ങല്, കൊല്ലം, അവിടെയൊക്കെ പോയി ഈ പാട്ട് അറിയാൻ വയ്യാത്തവർ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്, ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന്, വചനം അറിയാൻ വയ്യാത്തവർ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്തെടുത്തുന്ന ഇന്ന് ഏറ്റവും മെഗാ ചർച്ചകളാണ് അവിടെ എല്ലാം മുഴുവൻ. ഈ പോയിടത്തെല്ലാം മെഗാ ചർച്ചകളായി. നിന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നിങ്ങൾ വിശ്വാസത്തിന്റെ അടുത്ത പടി നിങ്ങളൊന്ന് ഉപയോഗിക്കും. ഈ ദിവസങ്ങളിൽ നമ്മൾ ഈസ്റ്റർ വരെ നമ്മളെല്ലാവരും ഒരു ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇരിക്കുകയല്ലേ. നിങ്ങൾക്ക് ദൈവം തന്ന ആ താലന്തുകൾ, കഴിവുകൾ ഒന്ന് ഉപയോഗിച്ചേ. ആദ്യം നിങ്ങൾ വീട്ടിലൊന്ന് ഉപയോഗിച്ചേ, ചുറ്റുപാടുകളൊന്ന് ഉപയോഗിച്ചേ, സഭയിലൊന്ന് ഉപയോഗിച്ചു. ഒരാളോട് ഇന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് സ്വർണത്തിന്റെ വില എന്തുവായി, റിയൽ എസ്റ്റേറ്റ് എന്തുവായി ചോദിക്കുന്നതിന് പകരം അടുത്തൊരാളെ വിളിച്ചിട്ട് ഒന്നും പേടിക്കണ്ടെന്നേ, എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അത്ഭുതം നടന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നൊന്ന് പറഞ്ഞേ. അവരെ ഒന്നും ചിലപ്പോൾ ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയാം, ഇന്ന് ലോകം മുഴുവൻ അസ്ഥിരതയിലും വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി കടന്നുപോയി. എല്ലാവർക്കും ഭീതിയാണ്, എല്ലാവർക്കും ഭയമാണ്. എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് ഒന്നും സംഭവിക്കാം, ദൈവമക്കൾക്ക് ഒന്നും സംഭവിക്കാം. കാര്യം ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കാൻ ദൈവം തിരുവുള്ളതുകൊണ്ടായി ചിലത് പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്റെ ഉത്തരം അടുത്ത ഒറ്റ സ്റ്റെപ്പ് വെക്കുക എന്നുള്ളേ ഉള്ളൂ. ഇനി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വിശ്വാസം എന്നെ കൂടെ ചേർന്ന് പറഞ്ഞു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താ പുതുതായിട്ടൊന്നും സൃഷ്ടിക്കേണ്ട, സൃഷ്ടിച്ചത് എന്റെ ദൈവം എനിക്ക് തന്നത്, ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ടത് ഓർത്ത് ഞാൻ സ്തോത്രം പറഞ്ഞ് മുന്നോട്ട് പോയാൽ മതി. എല്ലാം താനേ ചേർക്കും. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും ചേർക്കപ്പെടും. ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കാൻ ഞാനല്ലല്ലോ തുടങ്ങിയത്, ഇത് കർത്താവ് തുടങ്ങിയില്ല. എനിക്ക് ഇന്ന് അവസാനിപ്പിക്കാനൊന്നുമില്ല. ഇന്നത്തേത് മാത്രം ഞാനൊന്നും. ഓക്കെ, ഇന്ന് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഒന്നും പേടിക്കേണ്ടതേ, ഒന്നും പേടിക്കേണ്ട. ഏറ്റവും വലിയ വാതിലും തുറക്കുന്ന ചെറിയ പൊട്ടി. ഇന്ന് ചെറിയ ആ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ട വിശ്വാസം വെളിപ്പെടുത്തുക. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക്, ആരാധനയ്ക്കായിട്ട്, ദൈവജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവം ഞങ്ങളോട് നേരിട്ട് സംസാരിച്ചു. ഇതുപോലെ ദൈവം സംസാരിച്ചപ്പോഴാണ് മോശയ്ക്ക് തന്റെ ഉത്തരവാദിത്വം പിടികിട്ടിയത്, നോഹയ്ക്ക് തന്റെ ഉത്തരവാദിത്വം പിടികിട്ടത്, ഏലിയാവിനും ഏലിശായ്ക്കും യിരെമ്യാവിനും എസെക്കിയേലിനും പത്രോസിനും പൗലോസിനും യോഹന്നാനും ഒക്കെ പിടികിട്ടിയത് ഈ ദൈവശബ്ദം കേട്ടപ്പോൾ അവന് അതിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ. ഇന്നുപോലെ കേൾക്കുന്ന മുഴുവൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇത് കേൾക്കുമ്പോൾ മുഴുവൻ പേരും ദൈവശബ്ദം കേട്ട് കാലുവെക്കുന്നവരായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് എല്ലാ മടുപ്പും കൊടഞ്ഞെറിഞ്ഞു കളഞ്ഞ്, എല്ലാ ഭാരവും കൊടഞ്ഞെറിഞ്ഞു കളഞ്ഞ് കർത്താവിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ കത്തി ജ്വലിക്കുന്ന ദീപങ്ങളായി തീരട്ടെ. കർത്താവിന്റെ വചനം പറഞ്ഞ പോലെ നിങ്ങൾ ജ്യോതിസുകളായി തിളങ്ങുമെന്ന് എഴുതിയിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ക്രിസ്തുവിന്റെ മഹത്വം ജ്യോതിസുകളായി വെളിപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ രോഗികളായിട്ടുള്ളവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാവിധ ഭാരങ്ങളും വിട്ടുപോകട്ടെ, എല്ലാവിധ പ്രയാസങ്ങളും വിട്ടുപോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ. തലമുറകൾ യേശുനാമത്തിൽ അനുഗ്രഹിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഷൈനി സിസ്റ്റർ വെഡിങ് ആനിവേഴ്സറി ഇന്നലെ ആഘോഷിച്ചല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് തന്ന കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് തലമുറയോളം ദൈവത്തിന്റെ അനുഗ്രഹം വഹിക്കുന്നവരായി തീരട്ടെ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം എല്ലാവിധമായ നന്മകളാലും അനുഗ്രഹത്താലും നിറയ്ക്കണം, അനുഗ്രഹിക്കണം. ഇന്ന് ഏതെങ്കിലും വേദനകളിൽ കടന്നു പോകുന്നവർ യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ, അത്ഭുതം നടക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പൊ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു കാര്യം അറിയാം. ചില വലിയ വാതിലുകൾ ഇന്ന് ചെറിയ പൂട്ട് വെച്ചിട്ട് തുറന്നിട്ടുണ്ട്, ചെറിയ താക്കോൽ വെച്ച് തുറന്നിട്ടുണ്ട്. അടുത്ത ലെവലിൽ പോകും. നിങ്ങളുടെ വിശ്വാസത്തിൽ അടുത്ത ലെവലിൽ പോകും. ഒരു ദോഷവും വരികയില്ല. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നാളെയും കർത്താവ് അനുവദിച്ച രാവിലെ 8 മണിക്ക് വീണ്ടും കർത്താവ് അനുവദിച്ച കണ്ടുമുട്ടാം. ഇന്ന് ഞാൻ ഫേസ്ബുക്കിന് മുമ്പേ രാവിലെ 7 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന എന്താ കർത്താവ് തന്നേക്കുന്നത്. എന്താ കർത്താവ് പറഞ്ഞത്? when God says go, don't ask when. ദൈവം ഇറങ്ങെന്ന് പറയുമ്പോൾ എപ്പോഴെന്ന് ചോദിക്കരുത്, അത് വിശ്വാസമല്ല. ഇപ്പം എന്ന് പറഞ്ഞ് ഇപ്പം ഇറങ്ങണം. ഈ ലൈവ് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങിക്കോണം. ദാറ്റ്സ് കോൾഡ് ഫെയ്ത്ത്. അതാണ് വിശ്വാസം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെയും കർത്താവ് അനുവദിച്ചാൽ വീണ്ടും തമ്മിൽ കണ്ടുമുട്ടാം. ടിൽ ദെൻ കർത്താവിന്റെ തങ്കച്ചിറകിൽ കർത്താവ് സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു.